ഞങ്ങൾ ഡോക്ടർമാർ ഒരാളൊരു അസുഖമായിട്ട് വരുമ്പോൾ ആ അസുഖം എങ്ങനെയാ വന്നതെന്ന് നോക്കും. എന്നിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ച് അത് ഇല്ലാതാക്കും. ഇവന് വന്ന അസുഖത്തിന്റെ പ്രധാന കാരണമാണ് നീ. അതാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. അത് ശരി, എന്നെ ഇല്ലാതാക്കാൻ ഇറങ്ങിയതാണോ? അതിന് മാത്രം കേൾപ്പുണ്ടോ ഡോക്ടറിന്? നിനക്കൊരു വിചാരമുണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്ന്. നെല്ലിശ്ശേരിയിലെ പാവങ്ങളെടുത്തൊക്കെ നടക്കും. നിന്നെപ്പോലെയുള്ള സ്ത്രീകളെ വളരാൻ അനുവദിക്കരുത് ഒരിക്കലും. അത് മറ്റുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയാവും. അങ്ങനെ സമൂഹത്തിന് തെറ്റായ സന്ദേശം മാത്രം കൊടുക്കുന്ന നിന്റെ ജീവിതം നീ സൗകര്യം പോലെ മാറ്റിയെടുത്തോണം. അതിനൊക്കെ മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. പലരും കാണാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പലരും കാത്തിരിക്കുന്നൊരു രംഗം. അതിപ്പോ ഇവിടെ എന്നിലൂടെ സാധ്യമാകാൻ പോവുക. കണ്ണ് തുറന്നു വെച്ച് നല്ലതുപോലെ അങ്ങ് കണ്ടോണം. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവന്തികെ, ഒരെണ്ണത്തിൽ നിർത്തണ്ടെന്ന് കരുതിയതാ. പക്ഷെ ഇതുപോലെ ഒരെണ്ണം കൂടി നീ താങ്ങില്ല വന്ദിക്കുന്നു. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ, വലിയ കോൺഫിഡൻസോടുകൂടി എല്ലാം നശിപ്പിക്കാനായി ഇറങ്ങി തിരിച്ച നിന്റെ തരണം പുകയൊന്നും മാത്രമല്ല, ആഴി എണ്ണിക്ക് നിന്നെ ഞാൻ. ഇതോടെ എല്ലാം നിർത്തുന്നതാ നിനക്ക് നല്ലത്. ഇനിയും പകയും വിദ്വേഷവും കൊണ്ട് ഇറങ്ങിയ ആഹാ, കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയല്ലോ. അപ്പോ അവന്തികയെ ആദ്യമായി കരയിച്ച ക്രെഡിറ്റും എനിക്ക് തന്നെയാണ്. ഇനി ഇതുപോലെ കണ്ണ് നിറയേണ്ട അവസ്ഥ നീ ഉണ്ടാക്കി വെക്കരുത്. നിനക്ക് എന്താടി ഒരു കുറവ്? നീ ആ നെല്ലിശ്ശേരിയിൽ എല്ലാവരോടൊപ്പം മര്യാദയ്ക്കങ്ങ് ജീവിച്ചാ മതി. അതിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് നീ ഇറങ്ങാതിരുന്നാ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഇങ്ങോട്ട് വാടാ. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണരുത്. ഇനിയും ഇവളുടെ വാക്കും കേട്ട് ഇതുപോലെ എന്തെങ്കിലും വേഷം കെട്ടും കൊണ്ട് ഇറങ്ങിയാൽ നിന്റെ ഓവർ ഷൈനിങ് ഞാനങ്ങ് നിർത്തും. കേട്ടല്ലോ? നിന്റെ മാഡത്തിന്റെ അവസ്ഥ നീ കണ്ടല്ലോ. എല്ലാം മനസ്സിലാക്കിയ എല്ലാവർക്കും കൊള്ളാം. പാവം, നല്ല മനുഷ്യനാ. എന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അയ്യോ, മാഡം, ആ അർച്ചന എങ്ങനെയാണ് അവിടേക്ക് വന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല. ആ അർച്ചനയെ തോൽപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. അയ്യോ, ഇനി നീ അത് പറഞ്ഞ നിന്റെ നാ വരുന്നിടും ഞാൻ. ഇതെല്ലാം സംഭവിച്ച നീ ഒറ്റ കാരണം. എല്ലാം കൊണ്ട് തൊലച്ച കൈ തന്നിട്ട് അർച്ചനയുടെ മഹിമ പറയുന്ന ഇതും പറഞ്ഞ് ഇനി നീ എന്റെ കൺമുന്നിൽ വന്നു പോയാലുണ്ടല്ലോ, നിനക്കറിയില്ല ഈ അവന്തിക ആരാണെന്ന്.
മാഡം മാഡം എന്നോട് ക്ഷമിക്ക്. ആ അബ്ദുൽ ഖാദർ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പൂരെ തല്ല് കിട്ടി. അതിന്റെ ഇടയിൽ മാഡം തന്ന പൈസ ഞാൻ കളഞ്ഞു പോയി. അതുകൊണ്ട് ഒരു നയ പൈസ നിനക്ക് ഞാൻ തരില്ല. ഇത്രയൊക്കെ കാണിച്ച് എന്നെ മാനം കെടുത്തിയിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഉള്ളതാ. ഇത്രയും കാലം നീ ചെയ്തതിനുള്ള പ്രതിഫലം. ഇനി കാശ് ചോദിച്ച് എന്നെ മുന്നിൽ വന്നാലുണ്ടല്ലോ, ഭിക്ഷ തെണ്ടേണ്ട അവസ്ഥയിൽ നീ തിരിച്ചു പോവും. ലോകത്ത് ആരും കാണിക്കാത്തൊരു തറവേലം കാണിച്ചിട്ട് എന്നെയും പിടിച്ച് അതിലിട്ടിട്ട് തല്ലും മേടിച്ചു വന്ന് തേക്കാനുള്ള പരിപാടിയാണല്ലേ. അയ്യോ, ഈ അജയ് ഘോഷിനെ അറിയാം അവന്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പണം വാങ്ങണമെന്ന്. തിരിച്ചവന്റെ ചെകിടടിച്ച് പൊട്ടിക്കണമായിരുന്നു. ചേച്ചി അതും കൊണ്ടിട്ട് വെറുതെ നിന്നോന്ന് പറഞ്ഞ. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ എനിക്കുണ്ടായത് വേദനയല്ല, ഞെട്ടല. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും കരയില്ലാന്ന് ശബ്ദമെടുത്ത് ജീവിച്ചവളാ അവന്തിക. പക്ഷേ ഇന്ന് ഇതിന്റെ എല്ലാം പിന്നിൽ അർച്ചന തന്നെയല്ലേ? ചേച്ചി ഉറപ്പ് പറഞ്ഞ എന്റെ സന്ദീപിന്റെ കാര്യം അത് മുടങ്ങി. അങ്ങേരെന്നെ കൈ നീട്ടി ഒടിക്കുകയും ചെയ്തു. എനിക്കിതിൽ രണ്ടിലും വലിയ വിഷമം തോന്നുന്നില്ല. കാരണം എന്റെ ചേച്ചിക്ക് ഇന്നുണ്ടായ അപമാനം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. നമ്മൾ കണ്ടതോ അറിഞ്ഞതോ ഒന്നും അല്ല അർച്ചന. എന്ത് ക്ലിയർ ആയിട്ടാ സന്ദീപിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ വിശ്വസിപ്പിച്ചത്. നാളെ അവനെ കൊണ്ടുവരാന്ന അർത്ഥത്തിലല്ലേ അർച്ചന പറഞ്ഞത്. അത് നടക്കരുത്. നാളെ സന്ദീപിനെ കൊണ്ട് അർച്ചന വരാൻ പാടില്ല. അതെങ്ങനെയും തടഞ്ഞേ പറ്റൂ. നമുക്കതിനിപ്പോ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മൾ എന്ത് ചെയ്താലും അവള് നാളെ സന്ദീപിനെ കൊണ്ട് ഇവിടെ വരും. മാത്രമല്ല, സേതുമാധവൻ തന്ന അവസാനത്തെ ചാൻസാ നമുക്കിപ്പോ ഉള്ളത്. ഇനി ഓരോന്നും നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്താവും. ഇന്നത്തെ തോൽവിക്കും എന്റെ കണ്ണീരിനും എല്ലാം ചേർത്തൊരു പണി, ഒരു വലിയ പണി. അതാണ് ഇനി ആവശ്യം. എന്റെ ദേഹത്ത് കൈവച്ച അവനെ അവന്തിക വെറുതെ വിടില്ല. ഞാൻ കരഞ്ഞതുപോലെ അവന്റെ ഭാര്യ സന്ധ്യയും കരയും. കരയിക്കും അവന്തിക. അച്ഛാ, അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട. സന്ദീപിനെ കാണാതെ ഇന്ന് എന്ത് കഴിച്ചാലും എനിക്ക് ഇറങ്ങൂല. അച്ഛാ, മോനെ, അച്ഛാ, അച്ഛാ, മോനെ, സന്ധ്യ ബേട്ടാ, സ്നേഹം,
എന്തു കോലമാടാ നിന്റെ. നിന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് എനിക്ക് എന്തു പറയണമെന്ന് പോലും അറിയില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. എന്റെ മക്കൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു. അതിനുള്ളത് ഞാൻ അനുഭവിച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഇതുപോലെ ആരെ അറിയിക്കാതെയുള്ള യാത്രയും തോന്നുമ്പോഴുള്ള തിരിച്ചുവരവും എല്ലാം ഇതോടെ നിർത്തിക്കോണം. അതാരായിരുന്നാലും ശരി. അനഘയ്ക്ക് കൊടുത്ത പോലുള്ളൊരടി നിനക്കും അവകാശപ്പെട്ടതാ. നീ ഈ അവസ്ഥയിലല്ല എന്റെ മുമ്പിൽ വന്ന് നിന്നതെങ്കിൽ അടി കഴിഞ്ഞേ പിന്നെ സംസാരം ഉണ്ടാകുമായിരുന്നുള്ളൂ. നിനക്കിത് എന്തിന്റെ കുഴപ്പമായിരുന്നു? കൂട്ടുകാരുമായി ടൂറ് പോകുന്ന പോലെയാണോ കമ്പനി ആവശ്യത്തിന് പോകുന്നത്? ഇനിയിപ്പോ പോയി എന്ന് തന്നെ വെച്ചോ, ഒന്ന് വിളിച്ചു പറയായിരുന്നു. അച്ഛാ, ഇപ്പൊ തൽക്കാലം അവനോടൊന്നും ചോദിക്കണ്ട. മാനസികമായി തകർന്നിരിക്കവൻ. ഇപ്പൊ നമ്മളാരും ഇവനോടൊന്നും ചോദിക്കില്ലെന്നും വഴക്ക് പറയില്ലെന്നും പറഞ്ഞതുകൊണ്ടാ ഇപ്പൊ വരാൻ തന്നെ തയ്യാറായത്. ശരി, മോൻ പോയി റെസ്റ്റ് എടുക്ക്. ഇനി ഞാനായിട്ട് വിഷമിപ്പിച്ചു എന്ന് വേണ്ട. ചെല്ല്. ഈശ്വര, എനിക്കിനി ഒന്നും വേണ്ട. എന്റെ മോനെ ജീവനോടെ എന്റെ മുന്നിൽ എത്തിച്ചല്ലോ. വാ. രണ്ടുപേരും നിന്നേ. വീണ്ടും എന്റെ മുമ്പിൽ തോറ്റുപോയി അല്ലേ? ഞാൻ മത്സരിക്കണമെന്ന് ഒരേ വാശിയായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എനിക്ക് പറ്റിയ എതിരാളിയല്ലെന്ന്? ഇതോടെ ഒരു പാഠം പഠിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം. അതല്ല പിന്നെയും വാശി കൊണ്ട് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ തോൽപ്പിക്കാൻ തന്നെയാ തീരുമാനം. അന്നെന്നെ വെല്ലുവിളിച്ച കൂട്ടത്തിലെ തല മൊട്ടയടിച്ച് പുള്ളികുത്തി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്തോ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നിന്റെ വെല്ലുവിളി അതേ അളവിൽ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അജയനെ ആതിരെ കൊണ്ട് കെട്ടിക്കും ഞാൻ. സന്ദീപിനെ അനഘയെ കൊണ്ടും. തടയാൻ പറ്റുമെങ്കിൽ തടയും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മൊട്ടയടിച്ച് പുള്ളിയും കുത്തി ഞാൻ വന്ന് നിൽക്കും. അപ്പൊ എങ്ങനെയാ? അതിനുള്ള ആളെ വിളിക്കട്ടെ. വലിയ വായിൽ ഓരോന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നതെന്നോ ആരോടാണ് പറയുന്നതെന്നോ ശരിക്കും ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ നടക്കാത്ത കല്യാണത്തിന് വിഡ്ഢിവേഷം കെട്ടാൻ നിൽക്കരുതെന്ന്. ചേച്ചിയുടെ ഉറപ്പിൽ ധൈര്യമായിട്ട് ഓരോന്നും ചെയ്യാൻ. നിന്റെ പേര് ആതിരയെന്നും നിന്റെ ചേച്ചിയുടെ പേര് അർച്ചനയെന്നും അല്ലല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വാക്കൊടുക്കുന്ന ചേച്ചിയും അത് വിശ്വസിക്കുന്ന ഒരു അനിയത്തിയും. കഷ്ടം തന്നെ. നീ പറയുന്നതൊക്കെ ശരിയാ. എല്ലാവരും അറിയിക്കണമെന്ന് പലതവണ എനിക്ക് തോന്നിയിരുന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ.
നമ്മൾ മറച്ചു വെക്കുന്നവരും ഇതുപോലെ ഓരോന്ന് ഇനിയും ഉണ്ടാവും. ഇന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അന്ന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാരും അറിയിക്കണമെന്ന് അവൻ പറയുന്നേ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. അതിനുമുമ്പ് നീ പഴയ പോലെ തിരിച്ചു വരണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ശരീരത്തുണ്ടായതൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറും എടുത്തി. അവനെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനപ്പുറം അനുഭവിപ്പിച്ചാലേ മനസ്സിലുള്ളത് മാറും. അത്രയും ഞാൻ അനുഭവിച്ചു, അവൻ അനുഭവിപ്പിച്ചു. അതിനെല്ലാം എനിക്ക് പകരം ചോദിക്കണം. അവൻ തല്ലിയതിനേക്കാൾ കൂടുതൽ വേദന അവന്റെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു. ആതിരെ ഞാൻ വേണ്ടെന്ന് പറയണം, അതായിരുന്നു അവന്റെ ആവശ്യം. എന്നെ അവിടെ കൊന്നെങ്കിലും ഞാനത് പറയില്ലായിരുന്നു. സത്യം പറഞ്ഞ ഏട്ടത്തി, നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ സത്യത്തിൽ ഏറ്റവും വിഷമം എനിക്കാ. എന്റെ അനിയത്തിക്ക് വേണ്ടി നീ ഇത്ര അനുഭവിച്ചെന്നൊക്കെ പറയുമ്പോ. തന്റെ അനിയത്തി എന്നതിലുപരി ആതിരയെ അവൻ മനസ്സുകൊടുത്ത് സ്നേഹിച്ച ആളല്ലേ. അങ്ങനെ സ്നേഹിക്കുമ്പോ ചിലതൊക്കെ ജീവിതത്തിലേക്ക് വരും, അനുഭവിക്കേണ്ടിയും വരും. ആതിരയ്ക്ക് വേണ്ടി ഇനി എന്ത് വേണേലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ആതിര ആരാണെന്ന് ഇവിടെയും ആതിരയുടെ ആരാണ് ഞാനെന്ന് അവിടെയും ഞങ്ങൾക്ക് പറയാൻ കഴിയണം. സച്ചേട്ടാ, ഇനി ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? വരാനുള്ളതെല്ലാം വന്നു പോയില്ലേ? അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് പാടാണ് അർച്ചന. അമ്മ മരിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടി സന്ദീപിനെ സ്നേഹം വളർത്തി വലുതാക്കിയത് അങ്ങനെയാ. ഒരിക്കൽ പോലും ദേഹം നോവിക്കാതെ ഞാനും അച്ഛനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളർത്തിയെടുത്തവനാ അപ്പുറത്തെ മുറിയില് മുറിവും വേദനയായിട്ട് കിടക്കുന്നത്. സന്ദീപിന് ഇതിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അത് സച്ചിയുടെ പരാജയം. സച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സന്ദീപിന്റെ ദേഹത്ത് പറ്റിയ മുറിവിനേക്കാൾ മുറിവ് പറ്റിയത് അവന്റെ മനസ്സിനാ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേണം ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ. വാശിയും വൈരാഗ്യമൊക്കെ പിന്നീടുള്ള കാര്യമാണ്. എനിക്കറിയാം സന്ദീപിനെ ഈ ഒരു അവസ്ഥ കാണുന്നത് സച്ചേട്ടന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന്. കുറച്ചു ദിവസമാണെങ്കിലും അവൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പൊ വേണ്ടത് നമ്മുടെ ചെറുക്കനെ പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. സച്ചേട്ടൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. അർച്ചന, നമ്മളിന്ന് ഡൽഹിയിൽ വെച്ച് ഞാനും താനും സന്ദീപും ആതിരയും കൂടി ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. അത് നമുക്കിപ്പം പ്ലാൻ ചെയ്താലോ? അത് നല്ലൊരു കാര്യ സച്ചേട്ടാ. ഒരു യാത്ര പോയാ എല്ലാം ഒന്ന് റിലാക്സ് ആവുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആതിരയ്ക്കും അത് വലിയൊരു ആശ്വാസമാവും. എങ്കിൽ പിന്നെ താൻ തന്നെ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യ്.
നമ്മുടെയും ഈ പ്രഷറൊക്കെ ഒന്ന് കുറയുമല്ലോ. സച്ചേട്ടാ ആതിരെ കൊണ്ടുപോണ്ടേ? ആ, പിന്നെ കൊണ്ടുപോകാതെ പക്ഷെ അതെങ്ങനെ സാധ്യമാവും സച്ചേട്ടാ? സാധ്യമാകും. ഇങ്ങനെ നമ്മൾ വിചാരിച്ചതൊക്കെ നിസ്സാരമായി പരിഹാരം കണ്ടില്ലേ നമ്മള്. താൻ നല്ലതുപോലെ ആലോചിക്ക, എന്നിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം ഉണ്ടാക്ക. എന്റെ മൈൻഡ് ഇപ്പൊ ശരിയല്ലാതാ. അതിരെ